സന്ദീപ് വാര്യർക്ക് പച്ചക്കൊടി. തങ്ങൾക്കെതിരെ വാളോങ്ങുന്നവനെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യാനുള്ള ഗൂഢതന്ത്രം CPM ചെയ്യുമ്പോൾ പോലീസ് സന്ദീപ് വാര്യർ തപ്പിയിറങ്ങി. ഇതേ സമയത്ത് CPMന് ഒത്താശ പാടുന്ന ചില മാധ്യമങ്ങൾ പറഞ്ഞു പരത്തി സന്ദീപ് വാര്യർ ഒളിവിലാണ് എന്ന്, ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നുമൊക്കെ. മാങ്കൂട്ടം വിഷയത്തിൽ അലമുറയിട്ട് ഇരയ്ക്കെതിരെ യുദ്ധത്തിനിറങ്ങിയ രാഹുൽ ഈശ്വർ എന്തൊക്കെ ചെയ്തിട്ടും കോടതി ഇന്നും ജാമ്യം നൽകിയില്ല എന്നത് മറ്റൊരു വസ്തുത. ഒടുക്കം നിരാഹാരം വരെ അവസാനിപ്പിക്കേണ്ടി വന്നുവെങ്കിലും രാഹുൽ ഈശ്വർ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. എന്നാൽ രാഹുൽ ഈശ്വറിന് പിന്നാലെ ഇതാ ഇപ്പോൾ സന്ദീപ് വാര്യരെയും അറസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ കേട്ടു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പരാതി നൽകിയ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ കേസിൽ സന്ദീപ് വാര്യരെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് കോടതി പറയുന്നത്. മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കും വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് നിർദ്ദേശം. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ കോടതിയിലേക്ക് മാറ്റുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പീഡനത്തിനെതിരായി അതിജീവിതയ്ക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചതിന് പിന്നാലെയാണ് സന്ദീപ് വാര്യർക്കെതിരെ കേസെടുത്തത്. നേരത്തെ അതിജീവിതയുടെ ഫോട്ടോ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു. എന്നാൽ ചിത്രം താൻ പോസ്റ്റ് ചെയ്തിരുന്നു എന്നും അത് നീക്കം ചെയ്യുകയാണെന്ന് അറിയിച്ചുകൊണ്ട് സന്ദീപ് ചിത്രം പിൻവലിച്ചത് ആസൂത്രിത നീക്കമാണ് എന്നാണ് പോലീസിന്റെ പക്ഷം. അതിജീവിതയുടെ പരാതിയിൽ സന്ദീപ് വാര്യരടക്കം 6 പേർക്കെതിരെയാണ് സൈബർ പോലീസ് കേസെടുത്തത്. ഇതിന് പിന്നാലെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ സന്ദീപ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. കേസിലെ 5ാം പ്രതിയായ രാഹുൽ ഈശ്വർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലുമാണ്. ഇരയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസ്.